എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ വേറൊരു കറികളില്ലെങ്കിലും വയറ് നിറയെ ചോറിനാനായിട്ട് ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 സബോള എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സബോള ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വലുതായിട്ടല്ല, കുറച്ച് ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലൊന്ന് ആക്കിയെടുത്താൽ മതി. ഇനി ഏകദേശം ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇനി സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലായിട്ട് വരും. സബോളയൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോഴുള്ള ഒരു നല്ല മണം വന്നാലാണ് ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിന് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുത്താലും മതി. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തരികളോട് കൂടിയിട്ടുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സബോളയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഒരു തവണ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പുളി വേണം. പുളിയുടെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചമ്മന്തി ഇപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ രുചികരമായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്